Leguminosae ഫാമിലിയിൽ വരുന്ന അടുത്ത സബ് ഫാമിലിയാണ് Caesalpinioideae. ടെക്സ്റ്റിനകത്ത് സബ് ഫാമിലി Caesalpiniaceae എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പ്ലാന്റ്സിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. വേറെയും പ്ലാന്റ്സിന്റെ പേര് ടെക്സ്റ്റിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫാമിലിയുടെ സബ് ഫാമിലിയുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നമ്മൾ നേരത്തെ ലെഗുമിനോസയിലെ വേറെ സബ് ഫാമിലീസ് പറഞ്ഞതിൻ്റെ ഏകദേശം അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും. എന്നാൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ മോസ്റ്റ്ലി ട്രീസ് ആൻഡ് ഷ്രബ്സ്. ഹെർബ്സ് കുറവാണ്. ഇൻഫ്ലോറസൻസ് നോക്കിക്കഴിഞ്ഞാൽ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് കാണുന്നത്. അതിൽ കോറിംബ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ പാനിക്കിൾസ് ആയിട്ട് ഫ്ലവേഴ്സ് കാണാനായിട്ട് പറ്റും. ഫ്ലവേഴ്സ് സ്ലൈറ്റ്ലി സൈഗമോർഫിക് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്നു. പെന്റാമീറസ് ആൻഡ് പെരിഗൈനസ് ഫ്ലവേഴ്സ് ആണ് കാണുക. സെപ്പൽസ് 5 എണ്ണമാണ്. 5 സെപ്പൽസ് ആണുള്ളത്. അത് ഒന്നെങ്കിൽ ഫ്രീ ആവാം, അല്ലെങ്കിൽ ചില കേസസിൽ സ്ലൈറ്റ്ലി ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കാണാൻ പറ്റും. സെപ്പൽസിന്റെ എസ്റ്റിവേഷൻ ഇംബ്രിക്കേറ്റ് ആണ്. കൊറോള നോക്കിക്കഴിഞ്ഞാൽ സെപ്പൽ പോലെ തന്നെ 5 പെറ്റൽ തന്നെയാണുള്ളത്. ഫ്രീ ആയിട്ടുള്ള പെറ്റൽസ് ആണ്. അവരും ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കാണിക്കുന്നത്. അസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കാണിക്കുന്നത്. സ്റ്റേമൻസ് 10 എണ്ണമാണ് ഉണ്ടാവുക ജനറലി. അത് 5 എണ്ണത്തിന്റെ 2 വേൾസ് ആയിട്ട് 2 സെറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ചില സമയത്ത് ഈ സ്റ്റേമൻസ് സ്റ്റാമിനോഡ്സ് ആയിട്ട് സ്റ്റിറൈൽ ആയിട്ടുള്ള സ്റ്റേമൻസിൽ ആയിട്ടുള്ള അവസ്ഥയും കാണാൻ പറ്റും. കാഷ്യയുടെ സ്പീഷീസിൽ നമ്മൾ കണിക്കൊന്നയൊക്കെ വരുന്ന സ്പീഷീസിൽ അങ്ങനത്തെ സ്റ്റാമിനോഡ്സ് കാണാനായിട്ട് പറ്റും. ജനറലി ഈ സ്റ്റേമൻസിന്റെ ഫിലമെന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ടാണ് ഉണ്ടാവുക. അതിന്റെ ലെങ്സ് മാത്രം വേരിയബിൾ ആയിരിക്കും. ഓരോ ലെങ്ത്തിൽ അങ്ങനത്തെ അറേഞ്ച്മെന്റ് കാണാനായിട്ട് പറ്റും. ഗൈനീഷ്യം മോണോകാർപ്പലറി ആണ്. പ്ലാസന്റേഷൻ മാർജിനൽ ആയിരിക്കും. ഫ്രൂട്ട്സ് ലോങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ലെഗ്യൂം ആയിരിക്കും ഉണ്ടാവുക. സീഡ്സ് ചില കേസിൽ എൻഡോസ്പേമസ് ആണ്, അല്ലാത്ത കേസിൽ നോൺ എൻഡോസ്പേമസ് ആയിരിക്കും. പോളിനേഷൻ മിക്കവാറും എൻറ്റോമോഫിലിയാണ് കാണുന്നത്. ഇൻസെക്ട് പോളിനേഷൻ ആണ് കാണുന്നത്. ബൊഹീനിയ എന്ന് പറയുന്ന പ്ലാന്റിന്റെ സ്പീഷീസുകളിൽ ഓർണിത്തോഫിലി ബേർഡ് പോളിനേഷനും കാണുന്നുണ്ട്. ബൊഹീനിയ എന്ന് പറയുമ്പോൾ മന്ദാരം എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഷ്രബ്സ് അല്ലെങ്കിൽ ട്രീസ് ആണ്. മീസോഫൈറ്റ്സ് ആണ്. ലാൻഡ് പ്ലാന്റ്സ് ആണ് മിക്കവും. ലാൻഡ് പ്ലാന്റ്സ് ആണ് എല്ലാവരും. പാർക്കിൻസോണിയ എന്ന് പറയുന്ന പ്ലാന്റ് സീറോഫൈറ്റിക് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അണ്ടർ ഷ്രബ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് ഹാബിറ്റ്സ് കാണിക്കുന്ന പ്ലാന്റ്സ് ഈ പറയുന്ന സബ് ഫാമിലിയിൽ കാണാനായിട്ട് പറ്റും. ബൊഹീനിയയുടെ ക്ലൈംബിംഗ് ആയിട്ടുള്ള സ്പീഷീസിൽ ദേ ഷോ കോയിൽഡ് ടെൻഡ്രിൽസ് ഫോംഡ് ഫ്രം ദി ആക്സിലറി ബഡ്സ്. ആക്സിലറി ബഡ്സിൽ നിന്ന് ടെൻഡ്രിൽസ് ഫോം ചെയ്തിട്ട് ആ ടെൻഡ്രിൽസ് ആണ് ഈ ബൊഹീനിയനെ ക്ലൈംബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടി ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ബൊഹീനിയയുടെ തന്നെ വേറെ സ്പീഷീസ് ആണ് വെഹ്ലി എന്ന് പറയുന്നത്. അതൊരു ജൈജാന്റിക് ക്ലൈംബർ ആണ്. ലയനാസ് എന്നൊക്കെ പറയുന്നത് വുഡി ക്ലൈംബേഴ്സ് നെയാണ് ലയനാസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ലയനാസും ഈ സബ് ഫാമിലിയിൽ വരുന്നുണ്ട്. ഇവരുടെ ലീവ്സ് നോക്കുകയാണെങ്കിൽ ലാർജ് ലീവ്സ് ആണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ആണ്. ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണ്. സ്റ്റിപ്യൂൾസ് ആർ എയ്തർ സ്മോൾ ഓർ ഓറിക്കുലേറ്റ്, സ്പൈനി, ലീഫി. അങ്ങനെ ഓരോ പ്ലാന്റ്സിൽ ഓരോ കൈൻഡ് ഓഫ് സ്റ്റിപ്യൂൾസ് കാണാനായിട്ട് പറ്റും. പാർക്കിൻസോണിയയിൽ ദ മെയിൻ റാച്ചസ് ഇസ് മോഡിഫൈഡ് ഇൻ ടു എ സ്പൈൻ. മെയിൻ ആയിട്ടുള്ള റാച്ചസ് കോമ്പൗണ്ട് ലീവ്സിൽ റാച്ചസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. അത് മോഡിഫൈ ചെയ്തിട്ട് ഒരു സ്പൈൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ദി ഫ്ലാറ്റൻഡ് സെക്കൻഡറി റാച്ചസ് ഓർ ഫില്ലോസ് അറൈസ് ഓൺ ഇറ്റ്. എന്നിട്ട് അതിൽ ആ മെയിൻ റാച്ചസ് സ്പൈനായിട്ട് മോഡിഫൈ ആയിട്ടുള്ള മെയിൻ റാച്ചസിൽ നിന്ന് സെക്കൻഡറി റാച്ചസും അല്ലെങ്കിൽ ഫില്ലോസ് പോലത്തെ സ്ട്രക്ചേഴ്സും ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ബൊഹീനിയയുടെ വെഹ്ലി എന്ന് പറയുന്ന ഈ സ്പീഷീസിൽ ഇറ്റ് ഹാസ് കോൺസ്പിക്വസ് സെസനേറ്റ്ലി കോയിൽഡ് ബ്രാഞ്ച്ഡ് ടെൻഡ്രിൽസ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ബ്രാഞ്ച് ആയിട്ടുള്ള ടെൻഡ്രിൽസ് അതിന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ലീവ്സ് സിമ്പിൾ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. ലീഫ് ബേസ് നോക്കുകയാണെങ്കിൽ ഈ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ ജനറൽ ക്യാരക്ടർ ആയിട്ടുള്ള സ്വള്ളൺ ആൻഡ് പൾവൈനസ് ആയിട്ടുള്ള ലീഫ് ബേസ് കാണാനായിട്ട് പറ്റും. ഇൻഫ്ലോറസൻസ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. സിസാൽപീനിയ പൾച്ചറിമ എന്ന് പറഞ്ഞ പ്ലാന്റിൽ കോറിംബാണ്. നമ്മൾ ജനറലി കാണുന്ന ഒരു പ്ലാന്റ് ആണ് സിസാൽപീനിയ. അതിൽ ടെർമിനൽ കോറിംബാണ്.
കോറിംബോസ് പാനിക്കിൾസ് വരുന്നത് സെറാക്ക എന്ന് പറയുന്ന പ്ലാന്റിൽ. അപ്പൊ കോറിംബ് പാനിക്കിൾസ് ഒക്കെയാണ് ഇൻഫ്ലോറസൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ്, സിംഗിൾ ഫ്ലവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ആൻഡ് ഷോയി ഫ്ലവേഴ്സ് ആണ്. ബ്രാക്സ് ഉണ്ടാവും, ബ്രാക്ടിയോൾസ് ഉണ്ടാവില്ല. കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആണ്, എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ട്. ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. പെരിഗൈനസ് ആൻഡ് പെന്റാമീനസ് ആയിരിക്കും. കാലിക്സ് നേരത്തെ പറഞ്ഞതാണ്, 5 ഗ്രീൻ സെപ്പൽസ് യുണൈറ്റഡ് ആയിരിക്കാം, സ്ലൈറ്റ്ലി യുണൈറ്റഡ് ആയിരിക്കാം ചില കേസസിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കേസ് കാണാൻ പറ്റും. സെറാക്ക ടാമറിൻഡസിലൊക്കെ ചിലപ്പോൾ 4 സെപ്പൽസേ കാണാനായിട്ട് പറ്റുള്ളൂ. പെറ്റൽസ് ആബ്സെന്റ് ആയിട്ടുള്ള ജനീറകളിൽ സെപ്പൽസ് പെറ്റലോയിഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. സെപ്പൽസ് ആണ് പക്ഷെ പെറ്റൽസ് പോലെ തോന്നിക്കുന്നത്, അതിനെയാണ് പെറ്റലോയിഡ് ആയിട്ടുള്ള സെപ്പൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ സെപ്പൽസ് ഉള്ള പ്ലാന്റ്സും കാണുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സെറാക്ക ഡയാലിയം. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ കാണാൻ പറ്റും ഡെലോണിക്സിൽ. നമ്മൾ ജനറലി ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ് ജനറലി എന്ന് പറഞ്ഞു, പക്ഷെ ഡെലോണിക്സിൽ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കാണുന്നത്. ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷന്റെ എക്സാമ്പിൾ കാഷ്യ, സെറാക്ക. ഓക്കെ. കൊറോള നോക്കുകയാണെങ്കിൽ കൊറോള ഇസ് മേഡപ്പ് ഓഫ് 4 to 5 പെറ്റൽസ്. 4 പെറ്റൽസ് ഉള്ള ഗ്രൂപ്പ്സ് പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 പെറ്റൽസ് ഉള്ളവരായിരിക്കും. ഫ്രീ ആയിരിക്കും പെറ്റൽസ്. ഈസ്റ്റിവേഷൻ നോക്കുകയാണെങ്കിൽ അസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ആന്റീരിയർ 2 പെറ്റൽസ്, ആന്റീരിയർ ഭാഗത്തുള്ള 2 പെറ്റൽസ് they are completely suppressed or represented by glands or bristles. ഒന്നെങ്കിൽ ആ 2 പെറ്റൽസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് പകരം ഗ്ലാൻസോ ബ്രിസിൽസോ പോലുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ആംബോഷ്യ, ടാമറിൻഡസ് ഒക്കെ. ആന്റീരിയർ പൊസിഷനിലുള്ള 2 പെറ്റൽസിനെ സപ്രസ് ചെയ്തിട്ട് അതിന് പകരം ഗ്ലാൻസോ ബ്രിസിൽസോ കാണാനായിട്ട് പറ്റും. അങ്ങനത്തെ കേസസും ഈ സബ് ഫാമിലിയിൽ കാണുന്നുണ്ട്. പെറ്റൽസ് സെറാക്കയിൽ പെറ്റൽസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണെന്നാണ് പറയുന്നത്. ആൻഡ്രീഷൻ നോക്കുകയാണെങ്കിൽ 10 സ്റ്റേമൻസ് ആണ് ജനറലി ഉണ്ടാവുക. ഡിപ്ലോസ്റ്റിമോണസ് അല്ലെങ്കിൽ ഹാപ്ലോസ്റ്റിമോണസ് കണ്ടീഷൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഹാപ്ലോസ്റ്റിമോണസിന്റെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന സെറട്ടോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഡിപ്ലോസ്റ്റിമോണസ് ജനറലി കാണുന്നു. ഡിപ്ലോസ്റ്റിമോണസ് എന്ന് പറയുമ്പോൾ 10 സ്റ്റേമൻസ് 2 വേൾഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. പെറ്റൽസിനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടും സെപ്പൽസിനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള 2 വേൾഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ് ഡിപ്ലോസ്റ്റിമോണസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഫ്രീ ബട്ട് ഡയഡൽഫസ് ഇൻ ആംബോഷ്യ. ഫ്രീ ആയിട്ടുള്ള കണ്ടീഷനാണ് ജനറലി കാണുന്നത്, പക്ഷെ ആംബോഷ്യയിൽ ഡയഡൽഫസ് കണ്ടീഷൻ കാണാൻ പറ്റും. ഡയഡൽഫസ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ സബ് ഫാമിലീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടാമറിൻഡസിലും മൊണാഡൽഫസ് ആണ്, യുണൈറ്റഡ് ആയിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് പോലെ ഫോം ചെയ്തിരിക്കുക, അതിനെ മൊണാഡൽഫസ് എന്ന് പറയും. ടാമറിൻഡസിൽ ആകെ 3 സ്റ്റേമൻസേ ഉള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ 10 എണ്ണം എന്ന് പറഞ്ഞു, ജനറലി 10 എന്ന് പറഞ്ഞു. ടാമറിൻഡസിൽ ആകെ 3 ഉള്ളൂ എന്നാണ് പറയുന്നത്. ആന്തേഴ്സ് ആർ ഡൈത്തീക്കസ്. ഡൈത്തീക്കസ് എന്താണ്? ഇങ്ങനെ 2 തീക്ക ഉള്ളത് ഡൈത്തീക്കസ് ആണ്. ബേസി ഫിക്സഡ്. ആന്തറും ഫിലമെന്റും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് എന്ന് വെച്ചിട്ട് കുറെ തരത്തില് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് ബേസി ഫിക്സഡ് ആയിട്ടുള്ള ആന്തേഴ്സും കാണുന്നുണ്ട്. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ബേസി ഫിക്സഡ് ആയിട്ടുള്ള ആന്തേഴ്സും കാണുന്നുണ്ട്, അല്ലെങ്കിൽ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആന്തേഴ്സും കാണുന്നുണ്ട്. Anthers they dehisce by longitudinal slits. Longitudinal slitsലൂടെയാണ് ഇവര് ഡിഹൈസ് ചെയ്യുന്നത്. കാഷ്യയില് പോഴ്സ് വഴിയാണ്. അപ്പൊ ആന്തർ ഡേഷന്റെ പിക്ചറാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പോറിസിഡൽ എന്ന് പറയുന്നത് പോഴ്സ് വഴി ആന്തർ ഡിഹൈസ് ചെയ്തിട്ട് പൊള്ളനെ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ലിറ്റ്സ് വഴിയും ഡിഹൈസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. കാഷ്യയുടെ ചില സ്പീഷീസ് നോക്കിക്കഴിഞ്ഞാല് സം ഓഫ് ദി പോസ്റ്റീരിയർ സ്റ്റേമൻസ് ഓഫ് സ്റ്റാമിനോഡ്സ് കാണാൻ പറ്റും കാഷ്യയുടെ ചില സ്പീഷീസിൽ. ഗൈനീഷ്യ നോക്കുകയാണെങ്കിൽ മോണോകാർപ്പല്ലറി, റയർ ആയിട്ട് മാത്രം ബൈകാർപ്പല്ലറി കാണാം. സെറാക്കയില് അപ്പോകാർപ്പസ് ആയിട്ടുള്ള ഓവറി കാണുന്നുണ്ട്. ഓവറി എങ്ങനെയാണ്? സിലിണ്ട്രിക്കൽ ആണ്. ടെർമിനൽ പൊസിഷനിൽ സ്റ്റൈൽ ഉണ്ട്. സ്റ്റിഗ്മ ക്യാപിറ്റേറ്റ് ആണ്. ഓവറി യൂണിലോക്യുലർ ആണ്. കുറെ ഓവ്യൂൾസ് കാണാനായിട്ട് പറ്റും. മാർജിനൽ പ്ലാസന്റേഷൻ ആണ് കാണുന്നത്. പോളിനേഷൻ എങ്ങനെയാണ്? എന്റമോഫിലസ് ആണ്. യൂഷ്വലി ഓർണിത്തോഫിലി ബൊഹീനിയയിൽ കാണുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് ലെഗ്യൂം ആണ്. ടെറോലോബിയം എന്ന് പറയുന്ന പ്ലാന്റിൽ സമാറ എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ്. സീഡ്സ് എൻഡോസ്പോമിക്കും നോൺ എൻഡോസ്പോമിക്കും ആയിട്ടുള്ള സീഡ്സ് കാണാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ സെറാക്ക ഇൻഡിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ആർ എക്സലന്റ് യൂട്രൈൻ ടോണിക് എന്നാണ് പറയുന്നത്. യൂട്രസിന്റെ എയിൽമെന്റ്സിനുള്ള മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു.
ടാമറിൻഡസ് ഇൻഡിക്ക എന്ന് പറയുന്നത് പുളിയാണ്. നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പുളി. അതിന്റെ ഫ്രൂട്ട്സ് എഡിബിൾ, നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ, അപ്പൊ ഫ്രൂട്ട്സ് ആർ എഡിബിൾ. പാർക്കിൻസോണിയ അക്യൂലിയേറ്റ എന്ന് പറയുന്നതിന്റെ സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ട് പേപ്പർ റോബ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാഷ്യ ഫിസ്റ്റുല അതിന്റെ ട്വിഗ്സ് ഫോഡർ ആയിട്ട് ഉപയോഗിക്കുന്നു. കാഷ്യ ടോറ, കാഷ്യ ഫിസ്റ്റുല പോലത്തെ പ്ലാന്റ്സിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് സ്കിൻ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ബൊഹീനിയ പെർപ്യൂരിയ എന്ന് പറയുന്ന പ്ലാന്റിന്റെ ബാർക്ക് ഡൈ ചെയ്യാനും ടാനിങ് പെർപ്പസസിനും ഉപയോഗിക്കുന്നു. ഹെമറ്റോസൈലോന്റെ സ്പീഷീസ് ഇറ്റ്സ് ഹാർട്ട് വുഡ്. അതിനകത്ത് ഹെമറ്റോസൈലിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അത് സ്റ്റെയിൻ ആയിട്ടും ഡൈ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓർണമെന്റൽസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്.